ദിവ്യ, അവരോട് എന്താണ് പറയേണ്ടത്? നിനക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. നിന്റെ തീരുമാനത്തിന് ഞങ്ങൾ കൂട്ടുനിൽക്കും. സോന അത് പറയുമ്പോൾ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകി. എന്തു ചെയ്യണമെന്ന് എനിക്കിപ്പോഴും ഒരു രൂപവും ഇല്ലായിരുന്നു. ചെയ്യുന്നത് തെറ്റായി പോകുമോ എന്നുള്ള ഭയം ഉള്ളിലാവോളം ഉണ്ട്. എങ്കിലും എൻ്റെ മനസാക്ഷിക്ക് ശരി എന്താണോ അത് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. എനിക്ക് അവരോട് ഈ ജന്മം ക്ഷമിക്കാൻ പറ്റില്ല സോന. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ കൺമുന്നിൽ വരരുതെന്ന് നീ അവരോട് പറയണം. അത് കേട്ടപ്പോൾ സോന കവിളിൽ ഒരു ഉമ്മ തന്നു. നിന്റെ അനിയത്തിയാണ്, തീരുമാനം നീയായിരുന്നു എടുക്കേണ്ടത്. ഒരു വേള നീ അവളെ വിളിച്ചിവിടെ കേട്ടുമോ എന്ന് ഞാൻ ഭയന്നു. ഇതാണ് ഞാനും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അവൾ പുറത്തേക്ക് പോയി. ഒരു വാതിലിനപ്പുറം നിൽക്കുന്നത് തൻ്റെ അനിയത്തിയും കുഞ്ഞുമാണ്. ആരോരുമില്ലാതായപ്പോൾ തേടി വന്നതാണ് തന്നെ. ഞാൻ കൂടി ഇറക്കി വിട്ടാൽ പിന്നെ തെരുവിൽ അറിയുകയെ നിവൃത്തിയുള്ളൂ എന്നറിയാം. എങ്കിലും കൂടെ താമസിപ്പിക്കാൻ വയ്യ. അത്രത്തോളം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവളുടെ ഓർമ്മകൾ ഒരു 3 വർഷം പുറകിലേക്ക് പോയി. വളരെ പാവപ്പെട്ട വീട്ടിലായിരുന്നു ജനിച്ചത്. തൻ്റെ അച്ഛനും അമ്മയും താനും അനിയത്തിയും 2 പെൺമക്കളായിരുന്നു. പെയിൻറിംഗ് തൊഴിലാളിയായ അച്ഛന് 2 പേരെയും ഒരുമിച്ച് പഠിപ്പിക്കാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല. ആസ്മാരോഗിയായ അച്ഛൻ മാസത്തിൽ പകുതി ദിവസം ജോലിക്ക് പോകുമ്പോഴേക്കും ബാക്കി പകുതി ദിവസം ആശുപത്രിയിൽ കൊണ്ട് കിടത്തേണ്ട അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നല്ല മാർക്കുണ്ടായിട്ടും ഇനി അങ്ങോട്ട് പഠിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഒരു രക്ഷകനെ പോലെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ അവതരിക്കുന്നത്. അവർ ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പച്ചിയും അപ്പച്ചിയുടെ മകൻ വിഷ്ണുവും അച്ഛനെ കാണാൻ വേണ്ടി നാട്ടിലേക്ക് വന്നതായിരുന്നു. അപ്പോഴാണ് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു നിൽക്കുന്ന വിവരം അച്ഛൻ പറഞ്ഞത്. പഠിപ്പിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ പണമില്ലാത്തത് കൊണ്ട് അവളുടെ പഠിപ്പ് നിർത്തുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചിയാണ് വിഷ്ണുവിനോട് എൻ്റെ പഠിത്തകാര്യങ്ങൾ ഏറ്റെടുക്കാൻ പറഞ്ഞത്. പിന്നെ മാസാമാസം കൃത്യമായി എൻ്റെ പേരിലേക്ക് വിഷ്ണുവേട്ടൻ പണം അയച്ചുകൊണ്ടിരുന്നു. ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് ചിലവാക്കി ബാക്കിയുള്ളത് കൊണ്ട് അനിയത്തിയുടെ കാര്യങ്ങളും കൂടി നടത്തി. +2 പാസ്സായതിനു ശേഷം BA ചെയ്തു. പിന്നെ ഒരു B.Edും സ്വന്തമാക്കി. എല്ലാത്തിനും സഹായമായി കൂടെ നിന്നത് വിഷ്ണുവേട്ടനായിരുന്നു. അതു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു സ്കൂളിൽ കയറണമെന്നായിരുന്നു മോഹം. അങ്ങനെ അന്വേഷിച്ച് നിൽക്കുമ്പോഴാണ് അപ്പച്ചിയും വിഷ്ണുവേട്ടനും ഒരിക്കൽ കൂടി വീട്ടിലേക്ക് വന്നത്. എന്നെ വിഷ്ണുവേട്ടന് തരാമോ എന്ന് അപ്പച്ചി ചോദിച്ചു. അച്ഛനത് പൂർണ്ണ സമ്മതമായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് സമാനമായിരുന്നു വിഷ്ണുവേട്ടൻ. എത്രയും പെട്ടെന്ന് ആ വിവാഹം നടന്നു. എന്നെ അവർ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അവിടെ തന്നെയുള്ളൊരു സ്കൂളിൽ വിഷ്ണുവേട്ടൻ ജോലി വാങ്ങി തന്നു. ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ വർഷം 2 കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞില്ലല്ലോ എന്ന സങ്കടം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ആദ്യം അപ്പച്ചി ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എൻ്റെ പ്രശ്നം കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് എന്ന് പറഞ്ഞ് വെറുതെ ബഹളം വയ്ക്കാൻ തുടങ്ങി. എന്നാൽ വിഷ്ണുവേട്ടൻ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ബലത്തിൽ ഞാനും മുന്നോട്ട് പോയി. അനിയത്തി +2 കഴിഞ്ഞപ്പോൾ അവൾക്ക് നഴ്സിങ്ങിന് പോകാനാണ് താല്പര്യമെന്ന് പറഞ്ഞ് ചെന്നൈയിലെ ഒരു നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൾ വിഷ്ണുവേട്ടൻ ചേർത്തു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ലാത്തത് കൊണ്ട് വെറുതെ ഹോസ്റ്റൽ ഫീസ് കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് അവളോട് അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയൊരു പിഴവ്. ഓരോ ദിവസം ചെല്ലുന്തോറും വിഷ്ണുവേട്ടനും അവളും കൂടുതൽ അടുത്തിടപഴകുന്നത് പോലെ. എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാകും അവർ ഏട്ടനും അനിയത്തിയുമാണ് എന്ന് ഞാൻ സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. എന്നാൽ ഒരു ദിവസം സ്കൂളിൽ നിന്ന് നേരത്തെ വന്നപ്പോൾ ഞാൻ കാണുന്നത് ഞങ്ങളുടെ ബെഡ്റൂമിൽ നഗ്നരായി പരസ്പരം കെട്ടിപ്പുണർന്നു കിടക്കുന്ന എൻ്റെ സ്വന്തം ഭർത്താവിനെയും അനിയത്തിയെയുമാണ്. ആ കാഴ്ച കണ്ട് ഞാൻ ആകെ തകർന്നു പോയി. എനിക്കത് ക്ഷമിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നാൽ അപ്പച്ചിയുടെ മറുപടിയാണ് എന്നെ ആകെ തകർത്തു കളഞ്ഞത്. നീ ഉണ്ടായിട്ട് പാവൻ എന്താ ഒരു പ്രയോജനം? ഒരു കുഞ്ഞിനെ കൊടുക്കാൻ നിന്നെക്കൊണ്ട് സാധിച്ചില്ലല്ലോ. അപ്പോഴാണുങ്ങൾ അങ്ങനൊക്കെ തന്നെയാണ്, അവർക്ക് പറ്റുന്ന ബന്ധം കണ്ടുപിടിക്കും. വിഷ്ണുവേട്ടൻ എൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ദൈവത്തിന് തുല്യമായിട്ടാണ് ആ മനുഷ്യനെ ഞാൻ ആരാധിച്ചത്. എന്നിട്ട് എന്നോട് ചെയ്തത് എനിക്കൊരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല. അന്ന് തന്നെ ഞാൻ അവിടെ നിന്നും പടിയിറങ്ങി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിലേക്ക് പോയി. അച്ഛനോടും അമ്മയോടും ഞാൻ ഉണ്ടായതെല്ലാം വിളിച്ചു പറഞ്ഞു. മോളെ, അവൾ നിന്റെ താഴെയല്ലേ, ഇനി നീയായിട്ട് അവളുടെ ജീവിതം നശിപ്പിക്കരുത്. എന്തായാലും അവർ തമ്മിൽ ഒരുമിച്ച് കഴിയാൻ തുടങ്ങി. ഇനിയിപ്പോൾ അതങ്ങനെ ആവട്ടെ. അതായിരുന്നു എൻ്റെ പെറ്റമ്മയുടെ പ്രതികരണം. അപ്പോൾ എൻ്റെ ജീവിതമോ, എൻ്റെ സങ്കടങ്ങളോ? അതൊന്നും കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. ഡിവോഴ്സിന് ഞാൻ തന്നെയാണ് മുൻകൈ എടുത്തത്.
ഒട്ടും മടി കൂടാതെ വിഷ്ണുവേട്ടൻ എനിക്കിത് അനുവദിച്ചു തന്നു. അപ്പോഴേക്കും ഞാൻ അറിഞ്ഞിരുന്നു എൻ്റെ അനിയത്തി ഗർഭിണിയാണ് എന്ന്. അവസാനമായി ഞാൻ വിഷ്ണുവേട്ടനെ കാണുമ്പോൾ എൻ്റെ അപ്പച്ചിയുടെ മുഖത്ത് വല്ലാത്തൊരു ഭാവം ഉണ്ടായിരുന്നു. ഇത് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു എന്ന് വിഷ്ണുവേട്ടനോട് പറഞ്ഞ് ധന്യയും കൂട്ടി അപ്പച്ചി എന്നെ തനിച്ചാക്കി മുന്നോട്ട് നടക്കുന്നതാണ് ഞാൻ അവസാനമായി കണ്ട കാഴ്ച. എല്ലാം മാറി മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു. നഴ്സിംഗ് സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് അവൾ ഗർഭിണിയായത്. അവൾക്ക് തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് 7 മാസം കഴിഞ്ഞപ്പോൾ അവളെ നാട്ടിലേക്ക് കൊണ്ടുചെന്നാക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പച്ചിയും വിഷ്ണുവേട്ടനും. അവർ അച്ഛനെയും അമ്മയെയും കൂട്ടി ഏതൊക്കെയോ അമ്പലങ്ങളിൽ അവളെ തൊഴിയിക്കാൻ വേണ്ടി പോയി. എന്നാൽ തിരിച്ചു വരുമ്പോഴുണ്ടായ ആക്സിഡന്റിൽ വിഷ്ണുവേട്ടനും അച്ഛനും തൽക്ഷണം മരിച്ചു. അമ്മ കുറച്ചു ദിവസം കൂടി കിടന്നു. അവളും അപ്പച്ചിയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്നാൽ മകന്റെ മരണം അപ്പച്ചിയെ മാനസികമായി തളർത്തിയിരുന്നു. അവർ ഒരു മാനസിക രോഗിയായി മാറി. ഗർഭിണിയായ അവൾക്ക് അപ്പച്ചിയെ നോക്കേണ്ടി വന്നു. ആരും സഹായത്തിനെത്തിയില്ല. മുഴുപട്ടിണിയും പിന്നെ പോരാത്തതിന് ഗർഭിണിയും. എങ്ങനെയൊക്കെയോ അവൾ ആ സമയം തള്ളി നീക്കി. ഒടുവിൽ മാസം തികയാതെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. എൻ്റെ സ്കൂളിനരികിൽ ഒരു കുഞ്ഞു വീടും 4 സെന്റ് സ്ഥലവും കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. വലിയ വിലയൊന്നും ഉള്ളേരിയ ആയതുകൊണ്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ലോണെടുത്ത് കയ്യിലുള്ള പണം ഉപയോഗിച്ച് ഞാൻ ആ വീട് വാങ്ങി. എൻ്റെ കൂട്ടിന് ആരോരുമില്ലാത്ത സോന എന്ന മറ്റൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ കൊച്ചു വീട് ഒരു സ്വർഗം തന്നെയായിരുന്നു എനിക്ക്. നാട്ടിലെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും ഒന്നും അന്വേഷിക്കാൻ പോയില്ല. എന്നെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്തവർക്ക് എന്തിനാണ് സഹായങ്ങൾ വെച്ചു നീട്ടുന്നത്? അപ്പച്ചിയെ ഏതോ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നാക്കി അവൾ ഇങ്ങോട്ട് വന്നു. അവളെ രക്ഷിക്കണം എന്ന് യാചിച്ചുകൊണ്ട്. അവളെ ഒന്ന് കാണാൻ പോലും ഞാൻ തയ്യാറായില്ല. ഒടുവിൽ അവൾ എൻ്റെ വീടിൻ്റെ പടിയിറങ്ങി. പോയിക്കോട്ടെ എന്ന് ഞാനും കരുതി. പക്ഷെ പൂമുഖത്ത് നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാനും സോനയും പോയി നോക്കിയത്. അവിടെ അവൾ ആ കുഞ്ഞിനെ കിടത്തിയിരുന്നു. ഒപ്പം ഒരു കത്തും. നാട്ടിലുള്ള ഒരാൾ എനിക്ക് ജീവിതം തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കിടയിൽ തടസ്സം ഈ കുഞ്ഞാണ്. ഇതിനെ ഞാൻ ഉപേക്ഷിക്കുന്നു. ചേച്ചിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കുഞ്ഞിനെ ഞാൻ വാരിയെടുത്തു. ആ കുഞ്ഞു മുഖത്ത് ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഇന്നു മുതൽ ഇവൾ എൻ്റെ കുഞ്ഞാണ്. ഇനി ഒരിക്കലും ആർക്കും ഞാൻ വിട്ടു നൽകില്ല. അവളിനെ തിരികെ വരില്ല എന്ന് എനിക്കറിയാം. കാരണം സ്വന്തം സുഖം മാത്രമാണ് അവൾക്ക് വലുത്. അതിന് ഈ കുഞ്ഞൊരു തടസ്സമാണ്. എന്നാൽ ഇന്നെൻ്റെ ജീവനും ജീവിതവും ഇവളാണ്. ഇപ്പോൾ ജീവിതത്തിന് ഒരർത്ഥം വന്നതുപോലെ ഇനി ജീവിക്കണം എൻ്റെ പൊന്നു മോൾക്ക് വേണ്ടി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.